Hello everyone, welcome back to Secretarial Scholar. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നമ്മൾ സെക്ഷൻ 3A ആൻഡ് സെക്ഷൻ 4 ആണ് നമ്മൾ നോക്കിയത് അല്ലേ. അതിനൊരു ക്യൂക്ക് റിവിഷൻ നമുക്ക് ചെയ്തിട്ട് നമുക്ക് സെക്ഷൻ 5ലേക്ക് കയറാം. സെക്ഷൻ 3A says about severe liability in certain cases. അതിനകത്ത് എന്താണ് പറയുന്നത്? നിയമപ്രകാരം ഒരു റിക്വയർഡ് ലിമിറ്റ് ഉണ്ട് ഫോർ പബ്ലിക് കമ്പനീസ്, ഫോർ പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് ഫോർ OPCs. സോ എപ്പോഴെങ്കിലും ഈ ലിമിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിനേക്കാളും താഴേക്ക് വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോർ പബ്ലിക് കമ്പനിയുടെ കേസിൽ 7 മെമ്പേഴ്സ് മിനിമം വേണമെന്ന് നമ്മൾ പഠിച്ചു. അത് സപ്പോസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ 6 ആവുകയോ ഇല്ലെങ്കിൽ അത് കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെ ബിസിനസ്സിൽ 6 മാസക്കാലത്തിനേക്കാൾ കൂടുതൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവറി പേഴ്സൺ വിൽ ബി സിവിയർലി ലയബിൾ. അവർക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എടുത്ത് നീക്കപ്പെടും എന്നാണ് നമ്മൾ സെക്ഷൻ 3A കണ്ടത്. സെക്ഷൻ 4ലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. എന്താണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ? ഇറ്റ്സ് ദ മെയിൻ ചാർട്ടർ ഡോക്യുമെന്റ് ഓഫ് അവർ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ബേസിക് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു നിയമ പുസ്തകമാണ് നമ്മുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതിനകത്ത് മെയിൻലി 6 ക്ലോസുകൾ വരും. ഏതൊക്കെയാണ് നമ്മൾ ക്ലോസുകൾ പഠിച്ചത്? ഒന്ന് നെയിം ക്ലോസ്, നമ്മുടെ കമ്പനിയുടെ പേരുണ്ടാവും. ദെൻ കംസ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റഡ് എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടാകും. ദെൻ ഒബ്ജക്ട്സ് ക്ലോസ് ഉണ്ടാവും, ലയബിലിറ്റി ക്ലോസ് ഉണ്ടാകും, വെദർ നമ്മുടെ ലയബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ ഗ്യാരണ്ടി ആണോ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ദെൻ ആഫ്റ്റർ ഇൻ കേസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് ക്യാപിറ്റൽ ക്ലോസ് ഉണ്ടാവും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇത്രയാണ്, അതിനകത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എത്രയാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ക്ലോസ്. ആൻഡ് ഫോർ OPCs നമ്മൾക്കൊരു നോമിനി ക്ലോസ് കൂടി ഉണ്ടാവും. ആരെയാണോ നമ്മൾ OPCയിൽ ഷെയർ ഹോൾഡറിന്റെ ഡെത്തിന്റെ സമയത്ത് ഇല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആരായിരിക്കും മെമ്പറായിട്ട് ആക്ട് ചെയ്യുക എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ആണ് നോമിനി ക്ലോസ്. ആൻഡ് ദെയർ ആഫ്റ്റർ നമ്മൾ കണ്ടു പേര് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരായിട്ട് സാമ്യം പാടില്ല. അതിന് നമ്മൾ കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ദെയർ ആഫ്റ്റർ മൂവിങ് ഫോർവേഡ് നമ്മൾ എന്ത് പഠിച്ചു? ഈ പ്രൊസീജിയർ എങ്ങനെയാണ് നെയിം ആപ്ലിക്കേഷൻ? നമ്മൾ ഈ പ്രിസ്ക്രൈബ്ഡ് ഫോം നമ്മൾ സ്പെസിഫൈ ചെയ്ത് റൺ റിസർവ് യൂണിക് നെയിം എന്ന് പറഞ്ഞ ഫോമിൽ നമ്മൾ പേര് അപ്ലൈ ചെയ്യുന്നു വിത്ത് 1000 rupees പേയ്മെൻറ്റ്. അതിനുശേഷം നെയിം അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു 20 ദിവസം തൊട്ട് 60 days വരെ ഇതെന്ത് ചെയ്യും? നമുക്ക് റിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ആദ്യം 20 ദിവസത്തേക്ക് നെയിം അപ്രൂവ് ആയി കിട്ടുക. ദെയർ ആഫ്റ്റർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 2 times. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടത്. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ വി വിൽ ബി ലേണിംഗ് അബൌട്ട് സെക്ഷൻ 5 ദാറ്റ് ഈസ് അബൌട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സോ നമ്മൾ ഇന്നപ്പോൾ നോക്കാൻ പോകുക സെക്ഷൻ 5 ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, നമ്മൾക്ക് മെയിൻലി നമ്മളുടെ കമ്പനിയുടെ നിയമ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മോറണ്ടത്തിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ നേരത്തെ കണ്ടു. റിവിഷൻ ടൈമിൽ നമ്മൾ നോക്കിയിരുന്നു 6 ക്ലോസ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് ഞാൻ പറയാതെ പോയ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, അതർ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു ക്ലോസ് കൂടി ഉണ്ടാവും. അതർ ഒബ്ജക്ട്സ് ഈ ഒബ്ജക്ട് ക്ലോസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് നമ്മൾ നെയിം ആപ്ലിക്കേഷൻ ടൈമിൽ റൺ ഫോമിനകത്ത് നമ്മൾ മെയിൻ ഒബ്ജക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ മെയിൻ ഒബ്ജക്റ്റ് ആണ് നമ്മൾ മെയിൻ ഒബ്ജക്ട് ക്ലോസിൽ ആദ്യം കാണിക്കുക. ഇനി ഇൻ അഡീഷൻ ടു ദാറ്റ് മെയിൻ ഒബ്ജക്റ്റിന് തന്നെ സബ്സെക്ഷൻ ആയിട്ട് അതർ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, കമ്പനിക്ക് ഈ മെയിൻ ഒബ്ജക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആൻസിലറി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിക്ക് ബോറോയിങ് പവർ വേണമെന്നുണ്ടെങ്കിൽ അത് മെയിൻ ഒബ്ജക്ട് അതർ ഒബ്ജക്ട് ക്ലോസിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത് എക്സൈസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ വേറെ നമ്മൾ 10A സെക്ഷൻ 10Aയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കമ്പനി കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം വിത്തിൻ 180 days എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും. അന്നേരം ബാങ്കുകാർ കമ്പനി കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് എന്ത്? നമ്മുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആവശ്യപ്പെടും. ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ക്ലോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് പറയും? മെമ്മോറണ്ടം ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ, ബാങ്കിന് ലോൺ തരാൻ സാധിക്കുള്ളൂ എന്ന് പറയും. സോ മെമ്മോറാണ്ടത്തിൽ പറയാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ മെയിൻ ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ അതർ ഒബ്ജക്ട്സും കൂടി കാണിക്കും. ആൻസിലറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരുമോ അതെല്ലാം നമ്മൾ അതർ ഒബ്ജക്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ഇനി ഈ മെയിൻ ഒബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എപ്പോഴും ആർട്ടിക്കിൾസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. ആർട്ടിക്കിൾസ് ബേസിക്കലി എന്താ പറയുക, കമ്പനിയുടെ ഇന്റേണൽ ഗവേണൻസ് സ്ട്രക്ചറിനെ മാനേജ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ഓരോ പ്രൊസീജിയർ, ഫോർ എക്സാമ്പിൾ ഷെയർ ട്രാൻസ്ഫർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഡയറക്ടർ റെസിഗ്നേഷൻ ആയിരിക്കാം, അപ്പോയിൻമെന്റ് ആയിരിക്കാം, അതൊക്കെ എങ്ങനെ നടക്കണം, ബോർഡ് മീറ്റിംഗ്സ് എങ്ങനെ നടത്തണം, ഇല്ലെങ്കിൽ അതിൻ്റെ നോട്ടീസ് പീരീഡ് എന്തോരം വേണം, AGM നോട്ടീസ് പീരീഡ് എന്തോരം വേണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് AOAനകത്ത് ഉണ്ടാവുക. സോ ലെറ്റ്സ് സി നമുക്ക് AOAയുടെ സെക്ഷനകത്ത് എന്താണ് പറയുന്നത്, എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. The articles of a company shall contain the regulations for management of the company. The articles shall also contain such matters as may be prescribed. അതിനകത്ത് പറയുന്ന വേറെ ഒന്നുമില്ല, ആർട്ടിക്കിൾസിന് കുറച്ച് ഫോർമാറ്റ് നമ്മളുടെ കമ്പനീസ് ആക്ടിൽ Schedule 1 ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ടേബിൾസ് ആണ്. ആ ടേബിളിൻ്റെ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ആർട്ടിക്കിൾസ്
നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോർമാറ്റിൽ നിന്ന് മാറി ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫോർമാറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്രേഷൻസ് വരുത്താൻ സാധിക്കും. അവിടെ ഓൾട്ടർ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അപ്പോൾ ഓരോ ക്ലോസും നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾട്ടർ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൾട്ടർ ചെയ്ത് വെക്കാം. ഓൾട്ടർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കമ്പനീസ് ആക്ടിന് വയലേഷൻ ആയിട്ട് ഒരിക്കലും നമുക്കിത് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ഇൻ അഡീഷൻ ടു ദാറ്റ്, ഇപ്പോൾ ഈ സാമ്പിൾ ഫോർമാറ്റിൽ കൊടുക്കാത്ത വേറെ ഏതെങ്കിലും ഒരു ക്ലോസ് നമുക്ക് ഓൾട്ടർ ചെയ്യണം വേറെ ഏതെങ്കിലും ക്ലോസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഏറ്റവും അവസാനം ചെന്നിട്ട് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ടിക്ക് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് ക്ലോസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, സെപ്പറേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോഴും എന്ത് ഓർക്കണം, ഒരിക്കലും മെമ്മോറാണ്ടത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കമ്പനീസ് ആക്ടിനോ വയലേഷൻ ആവരുത് ആ ക്ലോസുകൾ എന്ന് ശ്രദ്ധിക്കണം. Provided that nothing prescribed in this subsection shall be deemed to prevent a company from including such additional matters in its articles as may be considered necessary for its management. അതാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതേഴ്സ് എന്ന് പറഞ്ഞ ക്ലോസിനകത്ത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പ്രൊവിഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആർട്ടിക്കിൾസിനകത്ത് സാധിക്കും. Now, moving forward, the articles may contain provisions for entrenchment. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരുപാട് പേർക്ക് എന്താ എൻട്രൻച്ച്മെന്റ് എന്നുള്ളൊരു സംശയം എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. നമുക്ക് നോക്കാം. ദ ആർട്ടിക്കിൾസ് മേ കണ്ടെയ്ൻ പ്രൊവിഷൻസ് ഫോർ എൻട്രൻച്ച്മെന്റ് ടു ദ എഫക്ട് ദാറ്റ് സ്പെസിഫൈഡ് പ്രൊവിഷൻസ് ഓഫ് ദ ആർട്ടിക്കിൾസ് മേ ബി ഓൾട്ടേർഡ് only if conditions for procedures as that are more restrictive than those applicable in the case of a special resolution are met or complied with. എന്താണ് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ? അതായത് നമ്മുടെ കമ്പനീസ് ആക്ടിനകത്ത് ഓരോ പരിപാടികൾ, ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യണമെങ്കിലും അതിന് ഓരോ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് മേജർ ഏരിയാസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഏറ്റവും സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുക. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വോട്ട്സ് കാസ്റ്റ് ഇൻ ഫേവർ ഷാൽ ബി അറ്റ്ലീസ്റ്റ് 3 times ദാറ്റ് ഓഫ് വോട്ട്സ് കാസ്റ്റ് അഗെയിൻസ്റ്റ്. അതായത് എതിർ വോട്ടുകളെക്കാളും 3 ഇരട്ടിയെങ്കിലും ആയിരിക്കണം എന്ത്, വോട്ട്സ് കാസ്റ്റ് ഇൻ ഫേവർ എന്നുള്ളതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് അകത്തേക്ക് ചെന്ന് കുറച്ച് ചെറിയൊരു കോംപ്ലിക്കേഷനുള്ള ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് ഞാൻ ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ക്ലാസ് എടുക്കാം. അപ്പോൾ അതും കൂടി ഇതിനോടനുബന്ധമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ, എപ്പോഴാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി എന്ന് പറയാൻ സാധിക്കുക, എപ്പോഴാണ് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായി എന്ന് പറയാൻ സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാവും. എനിവേ, എൻട്രൻച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷനേക്കാളും കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വെച്ചാൽ വയലേഷൻ ആകില്ല കമ്പനീസ് ആക്ടിന്? നോ. എപ്പോഴും നമുക്കൊരു കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡാണ്. അതിനേക്കാളും വേണമെങ്കിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കാൻ നമുക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ ആർട്ടിക്കിൾസിനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ നിയമപ്രകാരം നമുക്ക് മിനിമം 21 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. ക്ലിയർ ഡേ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ക്ലിയർ ഡേ നോട്ടീസ് കൊടുക്കണം. നമുക്കത് വേണമെങ്കിൽ കൂട്ടാൻ സാധിക്കും. 24 എന്നാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ 25 ക്ലിയർ ഡേയ്സോ അല്ലെങ്കിൽ 30 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണമെന്ന് ആർട്ടിക്കിൾസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് സത്യം പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ലെങ്കിൽ ആ നോട്ടീസ് റിസീവ് ചെയ്യുന്നത് ആരാണോ അവർക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ്. ഒരു നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചും കൂടി ടൈം കിട്ടും. സോ അത് അനുവദനീയമാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അതിനകത്ത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനേക്കാളും കുറച്ച് എന്ത് വെക്കാൻ പറ്റില്ല, ഈ നോട്ടീസ് പീരീഡ് കാര്യങ്ങൾ വെക്കാൻ പറ്റില്ല. കമ്പനീസ് ആക്ട് തന്നെ പ്രൊവിഷൻസ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഷോർട്ട് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര പേരുടെ കൺസെൻറ്റ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. സോ എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കമ്പനീസ് ആക്ടിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്ന കണ്ടീഷനേക്കാളും കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ട് നമ്മൾ ഒരു ക്ലോസ് ആഡ് ചെയ്യാണ്. അങ്ങനെയുള്ള ക്ലോസുകൾ ഓൾട്ടർ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഈ ക്ലോസുകളൊക്കെ ആഡ് ചെയ്യുക ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റേഴ്സ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണെങ്കിൽ അവർ പറയും ഒരു പക്ഷേ ഞങ്ങൾക്ക് ഒരു എൻട്രൻച്ച്മെന്റ് ക്ലോസ് ആഡ് ചെയ്യണം. ഇനി തൊട്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് ഏതെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഫണ്ടിൻ്റെ യൂസേജ് ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള എൻഡ് ഡിസിഷൻസ്, അവസാന തീരുമാനങ്ങളെല്ലാം ഞങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഫോർ എക്സാമ്പിൾ എ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സമ്മതത്തോടു കൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു ക്ലോസ് ആഡ് ചെയ്ത് എന്താ ചെയ്യാൻ പറ്റുക, ആ ഫണ്ടിൻ്റെ യൂസേജ് റിലേറ്റ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുവാണ്. ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റർ എയുടെ കയ്യിൽ നമ്മൾ ഫണ്ട് മേടിച്ചു, ആ ഫണ്ട് കമ്പനി കൊണ്ടുപോയിട്ട് അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കമ്പനിക്കല്ല തീരുമാനിക്കാനുള്ള അന്തിമ പവറുള്ള കമ്പനീസ് ആക്ടിനകത്തുള്ള സ്പെസിഫിക് പ്രൊവിഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തും കൂടി ചെയ്യേണ്ടി വരും, ആ പർട്ടിക്കുലർ ഇൻവെസ്റ്ററിൻ്റെ സമ്മതം കൂടി നമുക്ക് മേടിക്കേണ്ടി വരും.
അപ്പോൾ അതായത് കമ്പനീസ് ആക്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷനേക്കാളും ഒരു സ്ട്രിക്റ്റർ കണ്ടീഷനായി മാറി. ഇൻ അഡീഷൻ ടു ദാറ്റ് ആ കണ്ടീഷൻ കൂടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ബോറോവിങ് നമുക്ക് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് കടന്ന് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ, കമ്പനിക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ AOA സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഒപ്പം തന്നെ കമ്പനീസ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും സ്പെഷ്യൽ റെസൊല്യൂഷൻ മെമ്പേഴ്സിൻ്റെ മേടിക്കണം എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ബോർഡിൻ്റെ പവേഴ്സിന് അതീതമായി എന്തെങ്കിലും സംഭവങ്ങൾ, ബോർഡിൻ്റെ പവേഴ്സ് നമ്മൾ വരുന്ന സെക്ഷനുകളിൽ പഠിക്കും. അത് ഒരു 179, 180 നമ്മൾ പഠിക്കും. ബോർഡിൻ്റെ പവേഴ്സും റെസ്ട്രിക്ഷൻസും ഈ പവേഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബോർഡിൻ്റെ പവർക്ക് അതീതമായി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നുള്ളത്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ ആർട്ടിക്കിൾസ് സ്പെസിഫൈ ചെയ്യാണ് ഇന്ന ഒരു എമൗണ്ടിന് മുകളിൽ നമ്മൾക്ക് ബോറോ ചെയ്യണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ മാത്രമല്ല, ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രമല്ല, ഫോർ എക്സാമ്പിൾ യുനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. യുനാനിമസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും കൺസെൻറ്റ് സ്വീകരിക്കണം. അപ്പോൾ കമ്പനീസ് അതിനകത്ത് പറഞ്ഞതിനേക്കാൾ ഒരു കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള പ്രൊവിഷനായി. ഇതിനെയാണ് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻസ് എന്ന് പറയുക. ഇങ്ങനെയുള്ള ക്ലോസുകൾ നമുക്ക് അമെൻഡ് ചെയ്യാനും അങ്ങനെ സാധിക്കില്ല പെട്ടെന്ന്. സാധാരണ ആർട്ടിക്കിൾസ് ഒക്കെ അമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി സാധിക്കും. പക്ഷേ എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻസ് നമുക്ക് അങ്ങനെ ഈസിലി അമെൻഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. നമുക്ക് ഈ പറഞ്ഞ റിക്വയർഡ് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ യുനാനിമസ് റെസൊല്യൂഷൻ ആണെങ്കിൽ അത്രയും പേരുടെ കൺസേൺ ആണെങ്കിൽ മാത്രം ആ പർട്ടിക്കുലർ ക്ലോസ് നമുക്ക് പിന്നീട് ഓൾട്ടർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തേക്കുന്ന കുറച്ച് കണ്ടീഷനേക്കാളും കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. എൻട്രൻച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഈ ഒരു ക്ലോസ് നിങ്ങൾ ബെറ്റർ നിങ്ങളത് കാണാപ്പണം പഠിക്കുകയാണെങ്കിൽ, കാരണം നിങ്ങൾക്ക് എക്സാമിന് ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. So the articles may contain provisions for entrenchment to the effect that specified provisions of the articles may be altered only if conditions or procedures as that are more restrictive than those applicable in the case of a special resolution are met or complied with. The provisions for entrenchment referred to in subsection 3 shall only be made either on formation of a company or by an amendment in articles agreed to by all members of the company in case of private company and by a special resolution in case of a പബ്ലിക് കമ്പനി. സോ എന്താണ് പറയുന്നത്? എപ്പോഴാണ് ഈ എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക? എൻട്രൻച്ച്മെന്റ് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുക? ഒന്ന്, നമുക്ക് ഫോർമേഷൻ്റെ ടൈമിൽ, അതായത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ നമുക്ക് സ്പൈസ് പ്ലസ് പാർട്ട് ബിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും, വെദർ ദ ആർട്ടിക്കിൾസ് ഈസ് എൻട്രൻച്ച്ഡ്. അപ്പോൾ നമുക്ക് എസ് ഓർണോ അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് എന്നിട്ട് ആ പർട്ടിക്കുലർ പ്രൊവിഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഒന്നില്ലെങ്കിൽ ഒരു ഫോർമേഷൻ ഓഫ് എ കമ്പനി, അല്ലാന്നുണ്ടെങ്കിൽ വൺസ് കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രൻച്ച്മെന്റ് ക്ലോസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും കൺസെന്റ് നമുക്ക് സ്വീകരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും കൺസെന്റ് സ്വീകരിക്കണം. അവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ല, അവിടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കൺസെന്റ് സ്വീകരിച്ചാൽ മാത്രമേ എൻട്രൻച്ച്മെന്റ് ക്ലോസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പബ്ലിക് കമ്പനി ആണെങ്കിലോ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ നമുക്ക് എൻട്രൻച്ച്മെന്റ് ക്ലോസ് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ കുറച്ച് ചെറിയ രീതിക്ക് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, അതായത് ABC ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ അല്ലയോ എന്താണ്. അതായത് ക്വസ്റ്റ്യനകത്ത് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ റിലേറ്റ് ചെയ്ത് മാത്രമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യപ്പെട്ടാലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം ആ കമ്പനിയുടെ പേര്. ആ പേര് മീൻസ് അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫൈ ചെയ്തേക്കണേ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ സ്പെസിഫൈ ചെയ്തേക്കണേ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. സെക്ഷൻ 8 കമ്പനിയാണോ, OPC ആണോ? കാരണം നമ്മൾ കുറേ സെക്ഷൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ചില ഏരിയാസിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് എക്സെപ്ഷൻ ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് കുറച്ചും കൂടി വേറെ എക്സ്ട്രാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരാം. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടുക. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനകത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ക്വസ്റ്റ്യനകത്ത് തന്നേക്കണേ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ ഇല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കമ്പനി ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്, ഫോർ എക്സാമ്പിൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു എൻട്രൻച്ച്മെന്റ് ക്ലോസ് ആർട്ടിക്കിൾസ് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഈ എൻട്രൻച്ച്മെന്റ് ക്ലോസ് ആർട്ടിക്കിൾസിന് ആഡ് ചെയ്തു. ഒരു പർട്ടിക്കുലർ മെമ്പർ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു പർട്ടിക്കുലർ മെമ്പർ എന്ത് ചെയ്തു ഈ പർട്ടിക്കുലർ ആക്ഷൻ ഓഫ് കമ്പനി, ഈ ഒരു ആക്ഷനെ എതിർത്തു. ആ പർട്ടിക്കുലർ മെമ്പർ പറഞ്ഞു ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തേക്കുന്നത് നിയമപ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്ത്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ അല്ലെങ്കിൽ സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് റെലവൻറ്റ് സെക്ഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ സെക്ഷൻ 5 കോട്ട് ചെയ്തിട്ട് എഴുതണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ എന്ത് വേണം? കൺസെൻറ്റ് ഓഫ് ഓൾ മെമ്പേഴ്സ് വേണം എൻട്രേസ്മെൻറ്റ് ക്ലോസ് ആഡ് ചെയ്യാനായിട്ട്. നിലവിലുള്ള ഈ ക്വസ്റ്റ്യനകത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രമാണ് പാസ്സാക്കിയിട്ടുള്ളൂ. സോ ദി കണ്ടൻഷൻ ഇല്ലെങ്കിൽ ദ അലിഗേഷൻ or the argument made by that particular member is right. The procedure followed by the company is not valid as per Companies Act 2013 എന്ന് പറഞ്ഞ് നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇതിനകത്ത് എപ്പോഴും ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എടുത്ത് പറയത്തില്ല. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ ക്വസ്റ്റ്യനിൽ മാത്രമായിരിക്കും ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എല്ലാം ആ ഏരിയയിൽ കമ്പനി എന്നായിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാം. Now let's move forward and let's see what we have to learn. Subsection 3 subsection 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Subsection 5 says that where the articles contain provisions for entrenchment, whether made on formation or by amendment, the company shall give notice to the registrar of such provisions in such form and manner as may be prescribed. Definitely ഇങ്ങനെ ഒരു ഓൾട്ടറേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രാറിനെ നമ്മൾ അറിയിക്കണം. അത് നമ്മൾ ഫോം 5 തന്നെ അറിയിക്കുക. Now the articles of company shall be in respective forms specified in tables F, G, H, I, J. നമ്മൾ നേരത്തെ സബ്സെക്ഷൻ 2 കണ്ടിരുന്നു. A company may adopt all or any of the articles, any of the regulations containing the model articles applicable to such company. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒന്നില്ലെങ്കിൽ ആ ഫോർമാറ്റ് നമുക്ക് അതേപോലെ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമാറ്റുകൾ നമുക്ക് ഏതെങ്കിലും ക്ലോസുകൾ വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാനും നമുക്ക് സാധിക്കും. In case of company which is registered after the commencement of this act, in so far as the registered articles of such company do not exclude or modify the regulations contained in model articles applicable to such company, those regulations shall so far as applicable be the regulations of the company in the same manner and to the extent as if they were contained in duly registered articles of the company. Nothing in this section shall apply to the articles of a company registered under previous company law unless amended under this act. നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് കമ്പനി ലോയിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ഈ റെഗുലേഷൻ 7 വരെയും ഇല്ല. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഒന്ന് ആർട്ടിക്കിൾസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ എൻട്രൻസ്മെൻറ്റ് ക്ലോസിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് ഈ ഒരു ഏരിയയാണ്. എനിവേ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് റിവിഷൻ നമുക്ക് കാണാം. ആൻഡ് ദെൻ വി വിൽ മൂവ് ഫോർവേഡ് ടു സെക്ഷൻ 6.